ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ ആരും വിട്ടുപോകല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രകാശനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയല്ലോ പോലീസുകാരൊക്കെ. അപ്പോൾ അവിടെ ലക്ഷ്മിയുണ്ട്. അപ്പോൾ ലക്ഷ്മി അവരുടെ ഓരോരോ അഭിപ്രായം പറയാണ്. എന്നിട്ട് പറയാണ്, സാറ് പറഞ്ഞതുപോലെ ഇയാൾ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവരെയും ഒഴിവാക്കി, എന്നെയും ഒഴിവാക്കി, അവരെയും ഒഴിവാക്കി, ഇപ്പം മൂന്നാമതൊരുത്തിയെ കൂടി കെട്ടാൻ വേണ്ടി പോവുക. ഇനി അവളെയും കണ്ണീര് കൊടുപ്പിക്കാൻ. പിന്നെ പോലീസ് പറയാണ്, മണവാളൻ അങ്ങോട്ട് നടന്നാട്ടെ, നടക്കടാ എന്ന് പറഞ്ഞ് പോലീസുകാർ പൊതിരെ തല്ലുകയാണ്. പിന്നെ ലക്ഷ്മി സന്തോഷത്തോടുകൂടി അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ഇതാ സെല്ലിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുകയാണ്. അതിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് പ്രകാശനെ അവർ അടിച്ച് ചമ്മന്തിയാക്കുന്നത്. പ്രകാശന് പൊതിരെ കിട്ടി പോലീസിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ സാർ എന്ന് നിലവിളിച്ച സമയത്താണ് പോലീസ് നിർത്തിയത്. സാർ, ഇനി ഒന്നും ചെയ്യില്ലേ സാർ, സാർ ഇനി എന്നെ ഒന്നും ചെയ്യരുത് സാർ, ഇനി എന്നെ അടിച്ചാൽ ഞാൻ ചത്തുപോകും. ഞാൻ ചത്തുപോയാൽ സാറിന് കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. എണീക്കടാ, എണീക്കേ. ലക്ഷ്മി പിന്നെ പോലീസിൻ്റെ അടുത്ത് പറയാണ്, ഇവനെ പോലുള്ളവരൊക്കെ ചാകണം സാർ. പോലീസിൻ്റെ അല്ല, പൊതുജനത്തിൻ്റെ തല്ലുകൊണ്ട് തീരണം ഇവനൊക്കെ. അവരൊക്കെ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം. നിന്നെ മാത്രമല്ല, നിന്നെ വളർത്തി വഷളാക്കി ഒരുത്തിയുണ്ടല്ലോ വീട്ടിൽ, ഭാനുമതി, അവളെയും തല്ലിക്കൊല്ലുക വേണ്ടത്. പോലീസ് പറയാണ്, മേഡം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലുന്നതൊഴിച്ച് എന്തും ചെയ്യാം. ഇവനെ ഇവിടെ ജഡമായിട്ട് വേണമെങ്കിലും കിടത്താം. വേണ്ട, തൽക്കാലം ഇത്രയും മതി. ഒരു സമയത്ത് ഇവന് എൻ്റെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവർ പിന്നെ ഇവനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നേനെ. ഇവനെയും ഇവൻ്റെ അമ്മയെയും അതിൽ നിന്നൊക്കെ ഭാഗ്യം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവൻ്റെ മോനുമൊക്കെ അസല് ക്രിമിനലാ മേഡം. ഇവൻ്റെ മോൻ 1-2 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. മോഷണം, കൊലപാതകം, അതൊക്കെയാണ് കേസ്. ഇപ്പോഴും ആ കേസൊക്കെ നടക്കുന്നുണ്ടോ? എന്താ സാർ, കോടതിക്ക് വിധി വന്നതാണ് അവൻ നിരപരാധിയാണെന്ന്. അവനിപ്പം ഒരു കേസിനും വഴക്കിനും ഒന്നും പോകാറില്ല. തെളിവുകളൊക്കെ തൻ്റെ മോൻ നശിപ്പിച്ചു കാണും. ഇവനേക്കാൾ 10 ഇരട്ടിയാ അവൻ. എങ്ങനെയല്ലാതിരിക്കും? ഇവൻ്റെ അമ്മയാ ഇവനെ ക്രിമിനലാക്കിയത്. ഇവനും ഇവൻ്റെ അമ്മയും കൊച്ചുമോനെ കൊടും കുറ്റവാളി ആക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏതായാലും ഇന്ന് കോടതിയുള്ള ദിവസമാണ്. ഇവനെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ സാർ, റിമാൻഡോ? സാർ ചതിക്കല്ല സാർ, മിണ്ടാതിരിക്കടാ. ഇനി നീ ശബ്ദിച്ചാൽ തൊണ്ടയിൽ നിന്നും ശബ്ദം വരാത്ത രീതിയിൽ കഴുത്ത് പിടിച്ച് ഞെരിക്കും ഞാൻ. ആസ്കൾ, എടോ ലോക്ക് ചെയ്യടോ. അത് കഴിഞ്ഞ് ലക്ഷ്മി പ്രകാശനെ തന്നെ നോക്കുകയാണ് ഒരുമാതിരി. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ പ്രകാശൻ ലക്ഷ്മിയെയും നോക്കുന്നുണ്ട്. പ്രകാശൻ പിന്നെ വെച്ച് ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. സെല്ലിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നിന്നിട്ട് പറയാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എന്നെ ഈ പരുവത്തിൽ ആക്കാനാണോ വന്നത്? എൻ്റെ കല്യാണമാണ് നീ മുടക്കിയത്. കല്യാണ ചെറുക്കൻ്റെ വേഷം കൊള്ളാം. ഏത് പെണ്ണിനെയാടാ നീ പറ്റിക്കാൻ വേണ്ടി പോയത് വീണ്ടും? ഈ പൈസയൊക്കെ നിനക്ക് എവിടുന്നാ ഉണ്ടായത്? ഏതായാലും നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. രണ്ടാമതൊരുത്തിയെ കെട്ടിയിട്ട് അവളെയും വഞ്ചിച്ചില്ലേ നീ? ഇനി ഒരുത്തിക്ക് കൂടി ആ ഗതി വരാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നീ ജയിലിലേക്കല്ലേ പോകാൻ പോകുന്നത്. പിന്നെ എങ്ങനെ നിന്റെ കല്യാണം നടക്കാനാ? ഓർമ്മയുണ്ടോ നിനക്ക് ആ ദിവസം? എൻ്റെ കുഞ്ഞ് ജനിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോയെന്ന്? പ്രകാശൻ പിന്നെ പഴയ കാലത്തേക്ക് പോവുകയാണ്. പ്രകാശൻ ലക്ഷ്മിയുടെ ആ പഴയ കാലത്തെ പറ്റിയും കുഞ്ഞിൻ്റെ കാര്യത്തെ പറ്റിയാണ് ഓർക്കുന്നത്. മറക്കില്ലടാ, നീയും നിൻ്റെ അമ്മയും ചെയ്ത പ്രവൃത്തികൾ ജീവനോടെ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും. ഒന്ന് പോടാ. അത്രയും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക വണ്ടിയിൽ എങ്ങോട്ടോ പോവുകയാണ്. ആ സമയത്താണ് കാർത്തികയ്ക്ക് ഫോൺ വരുന്നത്. അപ്പോൾ കാർത്തിക ഫോൺ നോക്കിയിട്ട് പറയാണ്, വിളിക്കുന്നുണ്ട്, അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയ കാര്യം പറയാനായിരിക്കും എന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കിയിട്ട് കാർത്തിക ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിക്രം, എന്താ? ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അയ്യോ ചേച്ചി ഇങ്ങോട്ട് വരണ്ട. വരണ്ടെന്നോ? അതെന്താ? അത് പിന്നെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയിരിക്കുക. അയ്യോ എന്തിനി? അയ്യോ അതൊന്നും അറിയില്ല ചേച്ചി. ആ കിരണും കല്യാണിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തോ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് കാർത്തികയും പറയാണ്, അങ്ങനെ വരാനേ വഴിയുള്ളൂ. ഇനിയിപ്പോൾ ചേച്ചിയുടെ അമ്മ അറിഞ്ഞാൽ അച്ഛൻ്റെ പ്രതീക്ഷകളെല്ലാം തകരുമല്ലോ. കാർത്തിക പറയാണ്, ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
ഞാനേ അമ്മയെ ഹോട്ടലിലേക്ക് വിട്ടിട്ട് ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. നീ ടെൻഷൻ അടിക്കണ്ട വിക്രം, നമ്മുടെ അച്ഛന് ഒന്നും സംഭവിക്കില്ല. അത്രയും പറഞ്ഞ് കാർത്തിക ഫോൺ കട്ട് ചെയ്തു. വണ്ടി എടുക്ക്. പിന്നെ കല്യാണിയെയാണ് കാണിക്കുന്നത്. കല്യാണി രൂപയോട് പറയാണ്, ഇന്ന് അയാൾക്കൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് കേസായിരിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അയാളെ സ്റ്റേഷനിലേക്ക് കയറ്റിയത് കാർത്തിക ചേച്ചിയുടെ അമ്മയാ. ഇനി ഇറക്കാൻ പോകുന്നതോ കാർത്തിക ചേച്ചി തന്നെ. രൂപ പറയാണ്, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിക്രത്തെയും പ്രകാശനെയും അവരുടെ അമ്മയും ഒക്കെ ഒരു കുരങ്ങ് കളിപ്പിക്കുകയാണല്ലോ. പിന്നെ കല്യാണി പറയാണ്, ഇന്ന് രാവിലെ അമ്മയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പോലും അയാൾക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അയാൾ പറയുകയായിരുന്നു അമ്മയോട്. അമ്മയുടെ മനസ്സ് അയാൾ ഇന്നും നോവിച്ചു. വിക്രത്തിൻ്റെ പേരും പറഞ്ഞ് അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ ചിത കത്തിക്കാൻ അവൻ വരില്ലാന്ന്. അവനെപ്പോലൊരു മകൻ ചിത കത്തിച്ചാൽ ഒരമ്മയ്ക്ക് മോശം കിട്ടില്ല മോളെ. അത് പകൽ പോലെ സത്യമാണല്ലോ. പിന്നെ രൂപ കല്യാണിയോട് പറയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് പ്രകാശനെയല്ല വിക്രത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ അച്ഛൻ്റെയും അമ്മുമ്മയുടെയും തണലിൽ വളർന്ന ഒരു കൊടും കുറ്റവാളിയാണ്. പ്രതികാര ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാ. പാവം, ഒരു തെറ്റും ചെയ്യാത്ത ആ ആൽബിയുടെ തലയ്ക്ക് അടിച്ചില്ലേ. അങ്ങനെയുള്ളവൻ സ്വന്തം അമ്മയെപ്പോലും കൊല്ലാൻ മടിക്കില്ല. അതെനിക്ക് അറിയാം അമ്മേ. അതുകൊണ്ട് വിക്രം അച്ഛനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ, വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ നിമിഷം മുതൽ അവൻ്റെ ഫോൺ ചോർത്താൻ വേണ്ടി കിരണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കും എന്നാ കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. രൂപ പറയാ, നമുക്കിപ്പോൾ പണവുമുണ്ട് സ്വാധീനമുണ്ട്. പക്ഷേ നമുക്കില്ലാത്ത ഒരു സ്വഭാവം വിക്രത്തിനും അവൻ്റെ അച്ഛനും ഉണ്ട്. ആരെയും ചതിക്കാനുള്ളൊരു മനസ്സ്. എൻ്റെ ആങ്ങളെയും പ്രകാശനും വിക്രവും ഒക്കെ അക്കാര്യത്തിൽ ഒന്നിനൊന്ന് മിച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് സൂക്ഷിക്കണം എന്ന്. മോൾക്ക് ഈ ഉണ്ടായ സൗഭാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ വെറുക്കുന്നവർ ആരാണെന്നറിയോ? മോളുടെ അച്ഛനും വിക്രവും മോളുടെ അമ്മുമ്മയും ഒക്കെ. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കി അമ്മേ. പക്ഷേ ഇതൊക്കെ അവരെ തന്നെ തിരിഞ്ഞു കൊത്തുകയല്ലേ ചെയ്ത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, ദൈവവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതം അതിന് ഏറ്റവും വലിയ തെളിവാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രകാശനെ കല്യാണം കഴിക്കാൻ കാർത്തികയുടെ അമ്മ ചെന്നൈയിൽ നിന്നും വന്നതാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രകാശന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ കാർത്തികയുടെ അമ്മയെ അന്വേഷിക്കില്ലേ? ആ സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ അമ്മയും മകളും എന്തെങ്കിലും കാരണം കണ്ടെത്തിയിട്ടുണ്ടാവും. എൻ്റെ അമ്മ ഒരു പാവായിപ്പോയി. എന്നാൽ ലക്ഷ്മി അമ്മ അങ്ങനെയല്ല. അവർക്കുണ്ടായ വേദനകൾക്ക് 10 മടങ്ങ് തിരിച്ചു കൊടുക്കാനാ അവർ മകളുമായിട്ട് നാട്ടിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ ശക്തി എന്താണെന്ന് പെൺമക്കളെ സ്നേഹിക്കാത്ത പ്രകാശൻ അറിയാനിരിക്കുന്നതേയുള്ളൂ. അങ്ങനെ ലക്ഷ്മി അമ്മ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് കാറിൽ കാർത്തിക വന്ന് ഇറങ്ങുന്നത്. കാർത്തിക അമ്മയോട് ചോദിക്കുകയാണ്, എന്തായി? അവന് ബേഷായി കൊടുത്തിട്ടുണ്ട്. അവന് കിട്ടിയതൊക്കെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ. ഞാൻ കൊടുക്കേണ്ടത് SI കൊടുത്തിട്ടുണ്ട്. കാർത്തിക ചോദിക്കുക, ഇനി ജാമ്യത്തിൽ ഇറക്കട്ടെ? അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ? ഞാൻ അയാളെയും കൊണ്ട് വരുമ്പോൾ അമ്മ ഇവിടെ വേണം. എന്നിട്ട് നമുക്ക് പരസ്പരം വെല്ലുവിളി നടത്താം. അയാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കും, അയാൾക്ക് വേണ്ടി ബാധിക്കും. എന്നാൽ അമ്മ എന്നെ പരിചയമുള്ളതായിട്ട് നടിക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ഇന്ന് എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ളൊരു ദിവസമാണ്. SIയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോളെ. അതുകൊണ്ട് ജാമ്യത്തിനൊന്നും ഒരു തടസ്സവും ഇല്ല. ശരി അമ്മേ. പിന്നെ ലക്ഷ്മി അമ്മ പോയി. അപ്പോൾ കാർത്തിക പോലീസിനോട് വന്ന് ചോദിക്കുകയാണ്, എന്തായി സാർ? അവനായിട്ട് നന്നായി ചാമ്പിയിട്ടുണ്ട്. അപ്പോൾ കാർത്തിക പറയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വിട്ടതെന്നായിക്കോട്ടെ. അങ്ങനെ തന്നെ ചെയ്യാനാണ് ലക്ഷ്മി മേഡം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിങ്ങളെ കഥകളൊക്കെ കേട്ടതുകൊണ്ട് അതിൻ്റെ ദേഷ്യം എല്ലാം അവൻ്റെ ദേഹത്ത് തീർത്തിട്ടുണ്ട്. പുറമേ കാണാനൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ നല്ല ക്ഷതം തട്ടിക്കാണും. അതും മേഡത്തിൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ പൊട്ടിച്ചത്. ഇനി കോടതി കേസ് വഴക്ക് അങ്ങനെ കുറച്ച് ദൂരം കൂടി ഈ കേസ് പോകാനുണ്ട് സാർ. എന്നെ ആ ചന്ദ്രസേനൻ സാറ് വിളിച്ചിരുന്നു.
സാറിന് പിന്നെ പോലീസിൻ്റെ തലപ്പത്തൊക്കെ നല്ല ബന്ധമല്ലേ? എനിക്കൊരു ട്രാൻസ്ഫറിൻ്റെ കാര്യം ശരിയാക്കി തരണമെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ. ന്യായത്തിൻ്റെ ഭാഗത്തല്ലേ സാർ നിൽക്കുന്നത്? 100%. എന്നാൽ പിന്നെ അവനെ ഇറക്കിക്കൊണ്ട് വരാൻ പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് അയാളെ കാണട്ടെ. ശരി. എന്നിട്ട് പോലീസ് SIനെ വിളിക്കുകയാണ്. സാർ, മേഡത്തെ കൊണ്ടുപോയി അവനെ ഒന്ന് കാണിക്ക്. പിന്നെ അവനെ അങ്ങ് തുറന്നു വിട്ടേക്കും. ശരി സാർ. ചെല്ലു മേഡം. മേഡം. പിന്നെ പ്രകാശൻ സെല്ലിൽ അവിടെ ചാരിയിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക പോയിട്ട് വിളിക്കുകയാണ്. അച്ഛാ. പ്രകാശൻ മേലനെ വെച്ച് വന്നിട്ട് പറയാണ്, മോളെ, അച്ഛനെ കള്ളക്കേസിൽ അവർ കൊടുക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ മോളെ, കള്ളക്കേസ് തന്നെയാണ്. അത് 100% ഉറപ്പല്ലേ? എന്ന് വെച്ച് നമ്മുടെ ശക്തിക്ക് മുകളിലൊന്നുമല്ലല്ലോ എതിരാളികളുടെ ശക്തി. അതച്ഛൻ ആദ്യം മനസ്സിലാക്കണം. അല്ല മോളെ, എന്നെ കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് നടക്കാത്ത കാര്യമാണ്. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. മോളെ, ജാമ്യം കിട്ടുമല്ലോ അല്ലേ? കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് കാർത്തിക എരിവ് കയറ്റി കൊടുക്കുകയാണ്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആ കിരണിൻ്റെ അച്ഛനുമാണ്. അത് SI പറഞ്ഞു. അതേ മോളെ, അത് തന്നെയാ. ഓരോരുത്തർ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക എന്നെ കൊടുക്കാൻ വേണ്ടി. മോളൊന്നും വിശ്വസിക്കരുത്. എനിക്കെൻ്റെ അമ്മയുടെ കണ്ണീര് കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി അമ്മയെ നിരാശപ്പെടുത്താൻ പറ്റില്ല. അറിയാം മോളെ ഇത് കരുതി കൂട്ടി കളിച്ചൊരു നാടകമാണ് മോളെ. ആ രജിസ്റ്റർ ഓഫീസിൽ കിരണും കല്യാണിയും എന്തിനാ വന്നേ? ഞാനൊരു ഫോർമാലിറ്റീസിൻ്റെ പേരിലല്ലേ അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തത്. അവർ വരുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവരവിടെ വന്നതിന് കാരണമുണ്ട് മോളെ. ഈ കല്യാണം മുടങ്ങുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് അവരവിടെ വന്നത്, അല്ലാതെ കല്യാണം കാണാനല്ല. കല്യാണം മുടങ്ങി പോലീസ് സ്റ്റേഷനിൽ വരുന്നത് കാണാൻ. കാർത്തിക പറയാ, വീനസ് ഹോട്ടലിൽ എല്ലാവരും വെയിറ്റിങ്ങിലായിരിക്കുമല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് മോളെ സദ്യക്ക് മാത്രം വേണ്ടിയിട്ട് എത്ര കാശാണ് ഞാൻ ചിലവാക്കിയത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അവരോടൊക്കെ പറയാൻ ആ സദ്യ ഒന്ന് കഴിക്കണം. അതല്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകുമല്ലോ. സദ്യ മാത്രമല്ല, പണവും വേസ്റ്റായി പോകും. കാർത്തിക പറയാം, അധികം വരുന്ന ഭക്ഷണം ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാം. എന്തൊക്കെ എന്ന് ആഗ്രഹിച്ചെന്നറിയോ മോളെ? എല്ലാം തകർത്തിന്നെ. ഇപ്പോൾ പൂത്തിരി കത്തിച്ച് ആഘോഷിക്കായിരിക്കും ദീപയും അവളുടെ മകളും. ആഘോഷിക്കട്ടെ അച്ഛാ. എന്താഘോഷിച്ചാലും നമ്മൾ തീരുമാനിച്ച കാര്യം അതുപോലെ തന്നെ നടന്നിരിക്കും. അച്ഛൻ വാ, നമുക്ക് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് പോകാം. പ്രകാശൻ പുറത്തിറങ്ങി. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛന് നല്ല അവശതയുണ്ടല്ലോ. ഒരു മയവും ഇല്ലാത്തല്ലേ ആ SI പെരുമാറിയത്. അതിന് അയാൾക്കൊരു ശിക്ഷ ഞാൻ കൊടുത്തോളാം. അയാളിനി അധിക നാൾ ഈ സ്റ്റേഷനിൽ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മോളെ, ഈ സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരനും സർവീസിൽ പിന്നെ ഉണ്ടാവരുത്. അത് കേട്ടൊരു പോലീസുകാരൻ, അപ്പോൾ കാർത്തിക പറയാണ്, എന്താ കുഴപ്പം? ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് നിരപരാധികളെ ലോക്കപ്പിലിട്ട് തല്ലുമ്പോൾ ഞങ്ങൾക്കും പ്രതികരിച്ചൂടെ? ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ? അച്ഛൻ വാ. കാർത്തിക അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പ്രകാശൻ ഒന്ന് മുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിയിട്ട് പോലീസിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം പോവാണ്. പ്രകാശനും കാർത്തികയും അങ്ങനെ പുറത്തിറങ്ങി. അതിനുശേഷം കാർത്തിക പറയാണ്, എൻ്റെ അമ്മയോട് ഇതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അമ്മയെ ഞാൻ ഹോട്ടലിൽ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മോളെ, എനിക്ക് മോളുടെ അമ്മയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം. ഞാൻ തെറ്റുകാരനല്ല എന്ന് ബോധിപ്പിക്കണം. മോളുടെ അമ്മയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആര്? അമ്മയോ? അല്ല, അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കിയ ആ സ്ത്രീ. അവളെന്തിനാ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? അവളിവിടെ നിന്ന് പോയില്ലേ? മോളെ, അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്തിനാ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ അമ്മയുടെ പ്രതീക്ഷ അവർ തകർത്തത്. അല്ല, അവരെ മോൾക്ക് ഇതിനു മുമ്പേ അറിയോ? ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ കണ്ടല്ലോ. പോലീസുകാരാ പറഞ്ഞത് ഇവരാ കേസ് കൊടുത്തതെന്ന്. അത് ശരി. അച്ഛൻ വാ. കാർത്തിക അവരുടെ ലക്ഷ്മിയുടെ അടുത്തെത്തി. അപ്പം ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയതും പോരാ, ഇവിടെ എന്നിട്ട് കുറ്റിയടിച്ചതുപോലെ നിൽക്കുകയാണല്ലേ? എന്താടി എനിക്കിവിടെ നിന്നാൽ? ഇവർ കരുതിയത് അച്ഛന് ജാമ്യം കിട്ടത്തില്ലെന്നാ. അതേ, അച്ഛനെ ജാമ്യത്തിലിറക്കി. ഇനി ഈ കേസിൽ നിന്നും അച്ഛനെ സ്മൂത്തായിട്ട് ഇറക്കിക്കൊണ്ടുവരാനും എനിക്ക് അറിയാം. അങ്ങനെ പെട്ടെന്നൊന്നും ഇവന് ഊരിപ്പോരാൻ പറ്റില്ല. ഇവനെ ഇറക്കിക്കൊണ്ടുവരാൻ നീ ഇവൻ്റെ ആരാ? മോളാണോ? അത് ചോദിച്ചപ്പോൾ കാർത്തികയ്ക്കും അമ്മയ്ക്കും വല്ലാതായി. അപ്പോൾ കാർത്തിക വീണ്ടും പറയാണ്,
എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതാണ് നിങ്ങൾ മുടക്കിയത്. ഓ, അത് ശരി. നിൻ്റെ അമ്മയാ അപ്പോൾ ഇവൻ കെട്ടാനിരുന്നത് അല്ലേ? ആ, അവരുടെ പേരും ഒരു ലക്ഷ്മി എന്നാണല്ലോ. നീ എന്താ പരിങ്ങി നിൽക്കുന്നേ? എന്നിട്ട് പ്രകാശനോട് ചോദിക്കുകയാണ് ലക്ഷ്മി, ഈ കൊച്ചിൻ്റെ അമ്മയാണോ നീ കെട്ടാൻ പോകുന്നത്? മോളെ, നമുക്ക് പോകാം, പ്രകാശൻ പറയാണ്. അപ്പോൾ ലക്ഷ്മി, നീ എവിടെ പോയാലും നിൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ടാവും. എൻ്റെ അമ്മയായിട്ടുള്ള കല്യാണം മുടക്കാൻ നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ കല്യാണിയും കല്യാണിയുടെ ഹസ്ബൻഡും അല്ലേ? അപ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവനെ തേടി നടക്കായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയത് കൊണ്ടാണ് പിന്നീട് അന്വേഷണം നിർത്തിയത്. അപ്പം ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഇനി ഞാൻ ഇവനെ കോടതിയിൽ കയറ്റാനും ഇറക്കാനും അതിൻ്റെ പിന്നാലെ പോകാനും എനിക്ക് സമയമുണ്ട്. അപ്പോൾ പ്രകാശൻ പറയാണ്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാനാണോ നിന്നെ ദ്രോഹിച്ചത്? 10-25 വർഷം മുമ്പുള്ള കഥ നിനക്കറിയാലോ. മോളെ, എന്തൊക്കെയാ മോളെ ഇവർ പറയുന്നേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവർ പറയാനുള്ളത് പറയട്ടച്ചാ. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ ഇവിടെയൊന്നും പറയുന്നില്ല, എല്ലാം കോടതിയിൽ പറഞ്ഞോളാം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.